ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാസിൽ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഫുട്ബോൾ ഓപ്പൺ ആയിട്ട് ഗായ്സ്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നല്ല പ്രെഡിക്റ്റ് ചെയ്ത പോലെ വന്നിട്ടുണ്ടോ നോക്കാം നമുക്ക്. ഏതൊന്ന് ഡൗൺലോഡ് ആവട്ടെ ഗൈസ്. ഈ സെർവറിലൂടെയാണ്, അതുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിനും നല്ല സമയമുണ്ട് ഗൈസ്. ഇപ്പോൾ MSN ഈസ് ഹിയർ ഗൈസ്, ഫൈനലി. പിന്നെ ബാഴ്സയുടെ ക്യാമ്പയിൻ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിൽ പോയിട്ട് തന്നെ മനസ്സിലാക്കാം. ഓക്കെ ഫസ്റ്റ് തന്നെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് FC ബാഴ്സലോണ MSN ഗൈസ്. അപ്പോൾ റൈറ്റിംഗ് ആയിട്ട് ലയണൽ മെസ്സി എൻഡ് ഓഫ് ദി കാർഡ് എന്ന് പറയാം. ബ്ലിസ്കർലർ പോലും ഉണ്ട് ഗൈസ്. ലൂയിസ് സുവാരസിൻ്റെ ബുള്ളറ്റ് ഹെഡർ, നെയ്മർ ജൂനിയർ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, നോക്കാം. ഓക്കെ, ബ്ലാക്ക് ഫ്രൈഡേൻ്റെ ക്യാമ്പയിൻ ഗൈസ്. AC മിലാൻ്റെ ഒരു ഫ്രീ ട്രൈ. ജോർദൻ അലാബ എന്താണെന്നറിയില്ല, മയാമിൻ്റെ ആണ്. സെർജിയോ ബുസ്കറ്റ്സ് മയാമിൻ്റെ ആണ് ഗൈസ്. ഓക്കെ, പിന്നെ ബാഴ്സ 125th ആനിവേഴ്സറി. ഓ നോക്കാം, എന്താ നോക്കാം. ഗസ്റ്റ് ദി ഗോൾ പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് 2 വോട്ടിലേക്ക് പോകാം. എന്നിട്ട് അതിൽ ഇതുണ്ടോ, ഇവിടെ വോട്ട് നടത്തിയില്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഒന്ന് കിട്ടും. ബാക്കി നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് നമുക്ക് പെനാൽറ്റി അടിച്ചു കൊടുക്കാം. പെനാൽറ്റി, നിങ്ങളുടെ എല്ലാവരുടെയും പെനാൽറ്റി ഇപ്പോൾ കയറലുണ്ടോ, എന്താ അവസ്ഥ? നമുക്കത് കമൻറ്റ് ബിലോ ഗൈസ്, കമൻറ്റ് ബിലോ നോക്കി നോക്കാം. ഈ സൈഡ് കൊടുത്തു നോക്കാം. കയറിയില്ല. അപ്പല്ല 4 കിട്ടുമല്ലോ. പെനാൽറ്റി അടിച്ചു ഗൈസ്. അടുത്ത് നോക്കി നോക്കാം, എന്താ നോക്കി നോക്കാം. സൗണ്ട് ചെറിയ വ്യത്യാസം ഉണ്ടാവും, കാരണം ജലദോഷം ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, സെർവറിലോടാണ് ഗൈസ്. ഇത്ര സമയം എടുക്കുന്നറിയോ? അപ്പോൾ അതൊക്കെ ഒന്ന് വന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ, വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മിഷനിൽ പോയി നോക്കാം. മിഷനിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്. 1700 കോയിൻ ഉണ്ട്. കുറച്ചും കൂടെ കോയിൻ ആക്കിയിട്ട് നമ്മൾ ഈ സെക്കൻഡ് അക്കൗണ്ടിൽ MSN കറക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്യാമ്പയിൻ വന്നിട്ടുള്ളത് ബ്ലാക്ക് ഫ്രൈഡേ ക്യാമ്പയിൻ ഗൈസ്. അതിൽ തന്നെ ഫസ്റ്റ് പോയി നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ലോഗിൻ ടു ദ ഗെയിം. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. സെർവറിലോട് ഓക്കെ. പിന്നെ നമ്മൾ 15 ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് 100 കോയിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ ലോഗിൻ ടു ദ ഗെയിം 7 days അല്ലെങ്കിൽ റാൻഡം ബൂസ്റ്റർ പോലും കിട്ടും ഗൈസ്. അപ്പോൾ പിന്നെ ചാൻസ് ഡീൽ ഓഫ് ബാഴ്സ 4 പ്ലേയേഴ്സ് ഉള്ള ഒരു ഇതാണ്. പിന്നെ മൊത്തം ബാഴ്സൻ്റെ 3 പ്ലേയേഴ്സ് വെച്ചിട്ട് 3 മാച്ച് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അവതാർ കിട്ടും ഗൈസ്. അവതാർ സെറ്റ് കിട്ടും. അതുപോലെ തന്നെ എല്ലാം യൂസിങ് AC മിലാൻ്റെ പ്ലേയേഴ്സ് വെച്ച് വിൻ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അടുത്ത ക്യാമ്പയിൻ നോക്കി നോക്കാം. അടുത്തത് നമ്മുടെ FC ബാഴ്സലോണൻ്റെ ആണ് ഗൈസ്. സ്കോർ യൂസിങ് പ്ലെയർ ഫ്രം FC ബാഴ്സ. അപ്പോൾ 12 വട്ടം ബാഴ്സൻ്റെ പ്ലെയർ കൊണ്ട് ഗോൾ വെച്ചിട്ട് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാൻസ് ഡീൽ കിട്ടും. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന്. അപ്പോൾ പിന്നെ നമുക്ക് FC ബാഴ്സലോണിൻ്റെ സ്കോർ യൂസിങ് പ്ലെയർ ഫ്രം ബാഴ്സ 5 വട്ടം അടിച്ചാൽ കിട്ടും. പ്ലെയർ യൂസിങ് 1 പ്ലെയർ ഫ്രം ബാഴ്സ അതൊന്ന് കിട്ടും. PSA വെച്ചിട്ട് കളിച്ചാൽ മതി ഗൈസ്, അതുകൊണ്ട് സ്റ്റീലില്ല, പെട്ടെന്ന് കിട്ടും. പ്ലേ മാച്ച് യൂസിങ് 2 പ്ലെയർ ഫ്രം ബാഴ്സ. 2 പ്ലെയർ വെച്ച് ഒരു മാച്ച് കളിക്കുക, അപ്പോൾ ഒന്ന് കിട്ടും. പ്ലെയർ യൂസിങ് 5 പ്ലെയേഴ്സ് 5 പ്ലെയേഴ്സ് വെച്ചിട്ട് കളിക്കുക. അതായി തന്നെ ഞാൻ കുറച്ച് അയക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അതിനെക്കുറിച്ച്. അപ്പോൾ FC ബാഴ്സലിൻ്റെ 25th ആനിവേഴ്സറി ആയിട്ട് നമുക്ക് 6 ഫ്രീ ട്രൈസ് കിട്ടും ഗൈസ്. ഓക്കെ, പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കോയിൻ സെയിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സൗദിയിൽ മാത്രമാണോ എന്ന് എനിക്കറിയില്ല.
കോയിൻ സെയിൽ വന്നിട്ടുണ്ട് ബ്ലാക്ക് ഫ്രൈഡേൻ്റെ ഭാഗമായിട്ട്. ഇതാ അത് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് റേറ്റ് റെഡ്യൂസ്. പിന്നെ അറിയാലോ കോയിൻ വാരാൻ അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ വെയിറ്റ് ചെയ്യുക, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് വന്നിട്ട് കാണാം. ഓക്കെ ഗൈസ് ഫൈനലി വന്നിട്ടുണ്ട്. ബാക്കി മെയിലിൽ പോയിട്ട് ഫുള്ള് ജസ്റ്റ് ക്ലൈം ചെയ്യാം. ഓക്കെ ഞാൻ കാണിച്ചു തന്നു ആദ്യത്തിന്. ബാക്കി നമുക്ക് നോക്കാം. ഈ സർവറിലൂടെ കാരണം 6 കോൺട്രാക്ട് വന്നതിന് മുമ്പ് നമുക്ക് മാച്ചസിൽ പോയിട്ട് പറഞ്ഞ ഇവൻ്റ് വേഴ്സസ് എയിൽ നമുക്ക് 25th ആനിവേഴ്സറി ഇതിലാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ തന്നെ നിങ്ങൾ കളിച്ചാൽ മതി. ഇതാണ്ടോ ജസ്റ്റ് ഇതിലൊന്ന് കളിക്കുക. ഇതൊരു 3 കളി നിങ്ങൾ കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റീവ്സ് ഫുള്ള് കംപ്ലീറ്റ് ആവും. ഇതിൽ തന്നെ ഒരു ടീം തരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഒരു പ്രശ്നമില്ല ഗൈസ്. ഇതാണോ ഇതിൽ തന്നെ ഒരു ടീം തരുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. 12 ഗോള് 5 ഗോള് വെച്ച് അടിച്ചാൽ മതി. ഇത് കൂട്ടിയിടുക എന്നിട്ട് അടിക്കുക. ഓക്കെ ഗൈസ് ഇതിലത്രേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നും പോകില്ല. ആകെ ഇതാ കിട്ടുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഫസ്റ്റ് ചാലഞ്ചിൽ നമുക്ക് റാൻഡം ബൂസ്റ്റർ കിട്ടും. സെക്കൻഡിൽ നമുക്ക് 10,000 ട്രെയിനിങ് പ്രോഗ്രാം വെച്ച് 2 കിട്ടും. തേർഡിൽ അതേപോലെ തന്നെ 10,000 പ്രോഗ്രാം വെച്ചിട്ട് 2 കിട്ടും. അതന്നെ ഉള്ളൂ ഇതിൽ. അത് മെയിനായിട്ട് ആ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ FC ബാഴ്സലോണയുടെ അടുത്ത ഒരു ചാമ്പ്യൻഷിപ്പ് വന്നിട്ടുണ്ട്. എല്ലാവരും കറക്റ്റായിട്ട് കളിച്ചൊന്നുമില്ല. ഈ ഫസ്റ്റ് റൗണ്ട് വെച്ചിട്ടായതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് കളിച്ചിട്ടിടുക. അപ്പോൾ സെക്കൻഡ് റൗണ്ട് നിങ്ങൾക്ക് PvPയിൽ വരുന്നതായിരിക്കും. പിന്നെ നാഷണൽ ടീംസിലാണ് നമ്മുടെ ചാൻസ് ഡീൽ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഗെയിം പ്ലാനിൽ പോയിട്ട് ഫുള്ള് നാഷണൽ ടീമിൽ പ്ലെയേഴ്സിനെ ആക്കുക. അത് എല്ലാവരുടെയും തന്നെ ആയിരിക്കും. എന്നിട്ട് ഒരു ലെജൻഡ് ഇട്ടിട്ട് 2 കളി കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പാക്ക് ഓപ്പണിങ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പോൾ നമുക്ക് അടുത്ത് PvPയിലൊന്ന് പോയി നോക്കാം. PvPയിൽ 15 കോയിൻ ചാലഞ്ച് ഇതിലില്ല കേട്ടോ ഗൈസ്. ഇതിലില്ല നാഷണൽ ടീംസിൽ. ഓക്കെ ഗൈസ് അപ്പോൾ ഇതിലാണ് നിങ്ങൾ 15 കോയിൻ ചാലഞ്ച് ഉള്ളത്. അപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് ടൈം തന്നെ 50 കോയിൻ കിട്ടും ഒരു കളി ജയിച്ചാൽ. ഓക്കെ ഇതിലത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ കോൺട്രാക്റ്റിലാണ് ബാക്കി ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ 2 പാക്ക് വന്നത് ഒരു അവതാർ സെറ്റ് വന്നിട്ടുണ്ടാക്കാൻ പറഞ്ഞുതരാം ഗൈസ്. അപ്പോൾ നോക്കാം. അപ്പോൾ നേരെ പാക്കിലേക്ക് തന്നെ പോയിട്ട് നിങ്ങൾക്ക് കറക്റ്റായി പറഞ്ഞുതരാം. MSNൻ്റെ അവതാർ സെറ്റ് വന്നിട്ടുണ്ട്. മെസ്സി, സുവാരിസ്, നെയ്മർ ജൂനിയർ. ഇവൻ്റെ 300 കോയിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവതാർ സെറ്റ് ഉണ്ട്. വേണ്ടവരും എടുത്താൽ മതി. ഇത്രയൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഹാൻസി ഫ്ലിക്കിൻ്റെ ഒരു പൊസിഷൻ ഗെയിം മാനേജർ വന്നിട്ടുണ്ട്. ലോ പാസ് +1, സ്പീഡ് +1. ഇതാണ് ഇത് ഡബിൾ ബൂസ്റ്ററിലുള്ളത്. പിന്നെ ലെവൻഡോസ്കി, മാർട്ടിനസ്, റഫീനിയ, കുണ്ടെ, ഡാനി ഒളോമോ, പെഡ്രി, അങ്ങനെ ഇതിൽ ഓക്കെ ഇത്ര പേരുള്ളൂ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ക്യുക്ക് കൗണ്ടർ വന്നില്ല. ഹാൻസി ഫ്ലിക്കിൻ്റെ ഇതിൽ ക്യുക്ക് കൗണ്ടർ വന്നില്ല. ഓക്കെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഒന്ന് വരുന്നതായിരിക്കും. ഓക്കെ ഇത് റിവ്യൂ ആയിട്ട് വരാം. 1500 കോയിനാണ്. 83 ദിവസമുണ്ട്. ഓക്കെ ഗൈസ് okay guys we are waiting for this. Yes guys അപ്പോൾ ലിയണൽ മെസ്സി, സുവാരസ്, നെയ്മർ ജൂനിയർ. MSN വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻഡ് ഓഫ് ദി കാർഡ് എന്ന് പറയാമല്ലോ ലിയണൽ മെസ്സിൻ്റെ. ഓക്കെ അതാണ് ഇതിലുള്ള 150 പ്ലേയേഴ്സ് ഉണ്ട്. എല്ലാവരും കറക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിന് കിട്ടാൻ ലക്കൻ്റാണ് ഗൈസ്. ഞാനെന്തായാലും കറക്കും. അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ഇതിൽ പിന്നെ പറയാനുള്ളത് ബുള്ളറ്റ് ഹെഡർ ഉണ്ട്. സുവാരസിന്. മെസ്സിക്ക് ബ്ലഡ് സ്കെർലറും ഉണ്ട് ഗൈസ്. ഇത് ഇപ്പോൾ 100 കാണിക്കുക 105 പോവും. ഇത് 105 106 വരെ പോവും ഗൈസ്. അപ്പോൾ
മെസ്സിൻ്റെ 106 വരെയൊക്കെ പോകും. അതിൻ്റെ ഒരു റിവ്യൂ ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റിവ്യൂ ആയിട്ട് വരും കേട്ടോ ഗൈസ്. ഓക്കെ, പിന്നെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ ഇന്നലെ ഉറപ്പ് പറഞ്ഞ 3 പ്ലേയേഴ്സും വന്നിട്ടുണ്ട്. ഏർലിംഗ് ഹാലൻഡ്, ബെല്ലിംഗാം, പിന്നെ എവിടെ റാബിയോട്ട് അല്ല കേട്ടോ ഗൈസ്. ഇന്നലെ ഞാൻ റാബിയോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നില്ല. അതിന് പകരം LB, വേറെ ഫ്രാൻസിൽ തന്നെ LB വന്നിരിക്കുന്നത്. ഏർലിംഗ് ഹാലൻഡ് ഗൈസ്, ഏർലിംഗ് ഹാലൻഡ് ഈസ് ഹിയർ. ഫോക്സ് ഇൻ ദ ബോക്സ്, കുഴപ്പമില്ലാത്ത കാർഡാ ഗൈസ്. OP എന്നൊന്നും പറയില്ല, എന്നാലും അടിപൊളിയാണ്. ഫോക്സ് ഇൻ ദ ബോക്സ്. ജൂഡ് ബെല്ലിംഗാമിൻ്റെ ബൂസ്റ്റർ വന്നിരിക്കുന്നത് ഗൈസ്. 21 വയസ്സ്, ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് ഗൈസ്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ കാർഡ് നമ്മൾ വിചാരിച്ച പോലെ ബൂസ്റ്റർ വന്നില്ല ഗൈസ്. പിന്നെ പ്ലേയിങ് സ്റ്റൈല് കൊനാമി ഡീപ് പ്ലേയിങ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല ഗൈസ്, എന്താണാവോ ഇതിൻ്റെ ഉദ്ദേശം വരുന്നത്. കുഴപ്പമില്ല, നല്ല ഒരു അടിപൊളി ബാക്ക് തന്നെയാണ്. പിന്നെ റോഡിഗറിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട് ഗൈസ്. റോഡിഗർ ത്രൂ പാസിങ്, പിൻ പോയിന്റ് ക്രോസിംഗ് ആണ് മറ്റേ ജൂഡ് ബെല്ലിംഗാമിൻ്റെ. പിന്നെ ഫ്രാൻസിലത്തെ ഒരു പ്ലെയറിൻ്റെ ലോങ് റേഞ്ച് കർളർ LB ആണ് ഗൈസ്. ഇത് രണ്ടെണ്ണം ബൂസ്റ്റർ വന്നിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബൂസ്റ്റർ ഇല്ല ഗൈസ്. അപ്പോൾ അത് പഴയത് പുതിയ ഞാൻ വന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, 125th ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് ഇത് വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഗൈസ് ഇത്. ഇപ്പോൾ 3 പ്ലെയേഴ്സ് ഉണ്ട്. ഇതിൽ ഫ്രീ ട്രൈ മാത്രമേ ഉള്ളൂ, കോയിൻ വെച്ച് നമുക്ക് കറക്കാൻ പറ്റില്ല. ലക്ക് ഡേ കിട്ടും ഗൈസ്. 6 ഫ്രീ ട്രൈ ഉണ്ട്, അതിൽ ലക്ക് ഡേ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ അതാണ് ഞാൻ പറഞ്ഞ AFC ബാഴ്സലോണൻ്റെ അൻസു ഫാറ്റി, CF RB. ഇതെന്താ ഗൈസ്, ഒക്കെ തലവലിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് പലവണ്ണം. പിന്നെ AC മിലാൻ്റെ ഒരു 4 പ്ലെയേഴ്സ്. ഇത് നിങ്ങൾക്ക് 4 പ്ലെയേഴ്സിന് നിന്ന് എടുക്കാം. നിങ്ങൾക്ക് 4 പ്ലെയേഴ്സാണ് തോന്നുന്നു. ഇപ്പോൾ തന്നെ ഒരു ഫ്രീ ട്രൈ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അടുത്ത ആഴ്ച ലോഗിൻ ആകുമ്പോൾ ഒരു ഫ്രീ ട്രൈ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാത്. പിന്നെ AC മിലാൻ്റെ ഒരു 4 പ്ലെയേഴ്സിൻ്റെ വന്നിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഞാൻ അടുത്തൊരു പാക്ക് ഓപ്പണിങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.